ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് വെക്കേഷനൊക്കെ അല്ലേ, ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ എപ്പോഴും വീടിനകത്ത് നല്ല ഒരു ഇൻട്രോ ആണല്ലോ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒരു പച്ചപ്പാടി കിട്ടുന്ന ഇത് പുറത്തു നിന്ന് ആണ് ഇൻട്രോ കൊടുക്കണം. ഇത് നമ്മുടെ വീടിൻ്റെ സ്ഥലമല്ല, വേറെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് പോകണമെന്നുള്ളതൊക്കെ വഴിയെ കാണിച്ചു തരാം. വേറെ ജസ്റ്റ് അങ്ങനെ ഇതായിട്ടൊന്നുമല്ല, ഒന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലൊക്കെ ഒന്ന് പിള്ളേരെ കൊണ്ടു പോവുക, ഒന്ന് കറങ്ങുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം, അവർ റെഡി ആയി വരട്ടെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇൻട്രോ കൊടുത്തിരിക്കുന്ന സമയത്ത് നല്ല ചീവീടിന്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ അതങ്ങനെ ചെറുതായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കണ്ടത്. അപ്പൊ ഞങ്ങളൊന്നും പതിവ് പോലെ മട്ടാഞ്ചേരി കൊച്ചിയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യം കയറുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കുരിയച്ചന്റെ നട. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ എപ്പോഴും കൊള്ളും. ഫോർട്ടുച്ചിൽ വന്നാലും കൊള്ളാം, മട്ടാഞ്ചേരിയിൽ വന്നാലും കൊള്ളാം, കുരിയച്ചിന്റെ ഇടയിൽ വരും. കയറിയിട്ട് ഞങ്ങൾ പിന്നെന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ചുറ്റുവിളക്കം പൂമാലയമാണ്. ഇതാണ് ചുറ്റുവിളക്കം പൂമാല എന്ന് പറയുന്നത്. 3 പ്രാവശ്യം തലയിലിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹം എന്താണെന്ന് വെച്ചാല് അതങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ 3 പ്രാവശ്യം വെക്കണം. പിന്നെ അവിടെ നേർച്ചയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ രാവിലെ കാരണം അവർക്ക്. അപ്പോ ഞങ്ങള് രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ വെച്ചാല് എല്ലാ ദിവസവും ഉച്ചക്കും ആയൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ തെണ്ടാനിറങ്ങാലെന്ന് പറഞ്ഞ. അപ്പൊ ഇവർക്കൊരു ആഗ്രഹം ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് പിള്ളേർക്ക് ആഗ്രഹമുണ്ട്, രാവിലെ പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഉദ്ദേശിച്ചു പോയ കട ഇതല്ല. അപ്പൊ ആ കടയിൽ കയറിയിട്ട് അടിപൊളി ഒരു വീഡിയോ പറഞ്ഞ് കാണിക്കണമെന്ന് ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അവരോട് ചോദിക്കുകയും ചെയ്ത് പിന്നെ എങ്ങനെയാണ് ബുദ്ധിമുട്ടല്ലേന്ന് ഓർത്ത്. അപ്പൊ അവര് പറഞ്ഞ് പിള്ളേർക്ക് പൊറോട്ടയും ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ദിവസം ചെയ്യാട്ടോ. പിന്നെ ടീന പതിവ് പോലെ ഓരോ കടകളിൽ കയറി ഇതെവിടുന്ന അങ്ങനെയല്ല, അത് കാണുമ്പോഴൊരു ഭംഗിക്ക് ചോദിക്കുകയാണ് ചെയ്യണത്. ഒന്നും വായിച്ചില്ലെങ്കിലും കാണുമ്പോഴൊരു നമ്മൾ ഇത്ര രൂപ ചോദിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അതല്ലേ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ഥലം. അവിടെ തന്നെ നമ്മൾ വിലയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നല്ല വില അല്ല, അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ നടക്കുമ്പോഴേക്കും അവർ ചോദിക്കാണ്ട്, അവര് വന്ന് ചോദിക്കാണ്ട് സ്ഥലം കാണിച്ചു തരാന്ന്. അവ പറയാണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്, ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് കാണിച്ചു തരാം സ്ഥലം. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിന്റെ അവിടെ നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഞാനും ടീനങ്ങടി പിള്ളേര് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മരം നിങ്ങൾ ഈ ഒരു മരം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിറയെ പാവകളും ഒക്കെ തൂക്കിക്കിട്ട് ഞാൻ ഇതുവരെ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കണ്ട് ഞങ്ങൾ പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് വേറൊരാളുടെ ഫോട്ടോ 5 മിനിറ്റ് കൊണ്ട് വരച്ചു കൊടുക്കുമെന്ന് ചെയ്താൽ ഞങ്ങൾ ചെന്നപ്പോഴേക്കും തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. കുറച്ചേരം അത് കണ്ടിരുന്നു. ഹലോ, അപ്പൊ ഞങ്ങൾ ഫോട്ടോ എത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ചുറ്റി തിരിഞ്ഞെല്ലാം ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ടൊന്ന് അവസാനിച്ചു. അപ്പൊ പിള്ളേര് ബാക്കിൽ ഇരിപ്പുണ്ട്, ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല പോലെ തിരക്കൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് രാവിലെ ഫോട്ടോ വെച്ച് വന്നിട്ടില്ല. ഈ വെക്കേഷൻ ആയിട്ട് സാധാരണ വരുമ്പോ തന്നെ ഫോട്ടോ വെച്ച് വരാറുള്ളതാണ്, വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബീച്ച് വന്നത്. അപ്പൊ ആ പിള്ളേർക്ക് അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പൊ അതങ്ങാട് തീർത്തേക്കാന്ന് ഓർത്ത്. പക്ഷെ ഇപ്പൊ വന്നിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും കടയൊക്കെ തുറന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇന്നലെ കടലൊക്കെ നല്ല ശാന്തമായിട്ടൊക്കെ ഇരിക്കണേണ്. എപ്പോഴും അറിയാലോ കൊച്ചിക്കാർക്ക് മെയിൻ ആയിട്ട് ലാസ്റ്റ് കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റുന്ന സ്ഥലം കൊച്ചിയാണ്. പക്ഷെ കൊച്ചിക്കാരാണെന്ന് പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ വന്നത് ഈ ശരിക്കും പറഞ്ഞ വേറെ സ്ഥലത്തെ ആൾക്കാരൊക്കെ പിന്നെയും നോക്കണ്ട, വേറെ സ്ഥലത്തെ ആൾക്കാരൊക്കെ പിന്നെയും ഫോട്ടോ ബീച്ചിലേക്ക് വരുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആണ്ടിലും കൊല്ലത്തിലൊക്കെ വന്നെന്ന് പറയാം. പിന്നെ മെയിൻ ആയിട്ട് വന്നത് ഞങ്ങളുടെ എവിടെയാണ് സുരേഷിന്റെ ഇടയിൽ. അത് ഞങ്ങൾ വന്നിട്ടേ പോവുള്ളൂ. സുഖം ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് എപ്പോഴും ഞങ്ങൾ പറയണില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് വന്നത് തന്നെ ഞങ്ങൾ കുരിശിനിടയിൽ കയറാനായിട്ടാണ്. തന്നെയാണ് കൂട്ടത്തിൽ ഒന്ന് ബീച്ചിൽ പോണ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താവശ്യത്തിനാണെങ്കിൽ ഞങ്ങൾ വരുന്ന പള്ളിയാണ് കുരിശിന്റെ ഇടയില്. നിങ്ങളൊന്ന് ഇറങ്ങുക, അപ്പോഴതിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെന്താ കണ്ട കടയൊക്കെ ഒന്നെല്ലാം ഒന്ന് തുറന്ന് ആയി വന്നതേ ഉള്ളൂ, തിരക്കൊന്നും ഇല്ല. പിള്ളേർക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നൊക്കെ പറയാനുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഒന്നല്ല ദിവസമാണ് വന്നേക്കണത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഫോട്ടോ എടുത്തിട്ട് മതിയാണില്ല പിള്ളേർക്ക്. എന്റെ പൊന്നു പിള്ളേരെ ഈ ആയെന്നല്ലാണ്ട് വേറെ വല്ലതൊക്കെ പറയാന്നേ. ആകെ എന്റെ മക്കൾക്ക് അറിയാവുന്ന ആകെ ഹായ് മാത്രമേ അറിയുള്ളൂ.
ഫോട്ടോ എടുക്കാം, കുറച്ച് ഫോട്ടോ എടുക്കണേ.